ക്ലാസ് ഫ്രണ്ട്സ് അക്കാഡമി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ഇരുന്നതാണ്. വൊക്കാബ്സ് പീഡിയയുടെ പി ഡി എഫ് ആണ്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞിട്ടൊരു പി ഡി എഫ്. അപ്പം മെയ് 21-24 ഇനി അടുത്ത എക്സാം വരുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് റിവിഷൻ ചെയ്യണം, എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രീതിയിൽ റിവൈസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ പി ഡി എഫ് എടുത്തതാണ്. ശരിക്കും നമ്മുടെ ഗൈഡിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഗൈഡ് എടുത്ത് വായിച്ചാലും മതി. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഗൈഡൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ പി ഡി എഫ് ഇപ്പം മൊബൈലിൽ നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ടാലൻറ്റിൻ്റെ ഡിഗ്രി ലെവൽ ഗൈഡോ ലക്ഷ്യേൻ്റെ ഡിഗ്രി ലെവൽ ഗൈഡോ എടുത്ത് വായിച്ചാൽ മതി. അതിൽ നന്നായിട്ട് വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തവരാണെങ്കിൽ എനിക്കൊന്ന് പി ഡി എഫ് അവരുടെ മെയിൻ ഗ്രൂപ്പിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ നിന്നുള്ള പി ഡി എഫ് ആണ്. അതാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഗൈഡിലുണ്ട്. ഇതൊക്കെ ഗൈഡുള്ളവർ ഗൈഡ് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഞാൻ ക്ലാസ് കേൾക്കുന്നത് എങ്ങനെ ഫോളോ ചെയ്യുന്നത് ചോദിച്ചാൽ യൂട്യൂബിൽ ക്ലാസ് കേൾക്കാറുണ്ട്, ടെലഗ്രാമിൽ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കേൾക്കാറുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെയാണ് കേൾക്കാറുള്ളത്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചൊന്നും പോകുന്നില്ല, എന്നാലും പഠിക്കുമ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പം അങ്ങനെ എഴുതി വെച്ചുള്ള പഠിത്തം ഇല്ല, എഴുതി വെച്ച് പഠിക്കണം നല്ലതായിരിക്കും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെയാണ് ഇപ്പം ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം പഠിത്തത്തിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇന്ന് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നില്ല. പക്ഷെ നമ്മൾ ഏത് ഷോർട്ട് ലിസ്റ്റിലാണോ നമ്മുടെ സപ്ലിയിലാണോ മെയിൻ ലിസ്റ്റിലാണോ എന്ന് അറിയാനുള്ള മെസ്സേജ് ഇതിൽ PSC സൈറ്റിൽ വന്നിരുന്നു. അപ്പം ഞാൻ പിന്നെ ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പാണ്, ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുള്ള എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മെയിൻ ലിസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് എന്തായാലും സപ്ലൈ ലിസ്റ്റിൽ വരാൻ പോകുന്നില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ഉപയോഗമുള്ളൊരു കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും മെയിൻ ലിസ്റ്റ് ആയിരിക്കും, പിന്നെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ബാക്കിയുള്ള കാറ്റഗറി ആകുമ്പോൾ അവർക്ക് പേടിയാണ്, അയ്യോ സപ്ലൈ ആണോ മെയിൻ ആണോ എന്നുള്ളൊരു ആൻസൈറ്റി ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ഒരു പേടിയേ ഇല്ല, കാരണം ജനറൽ കാറ്റഗറി ആണോ ലിസ്റ്റിലുണ്ടോ എന്തായാലും മെയിൻ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ല, എന്തായാലും മെയിൻ ലിസ്റ്റിലെന്ന് അറിയായിരുന്നു. അപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റിലുണ്ട്. കട്ട് ഓഫ് 51 എൻ്റെ മാർക്ക് ഞാൻ അപ്പം നോക്കിയത് വെച്ചിട്ട് 51.33 ആയിരുന്നു. ഒരു മാർക്ക് വല്ല നല്ല കൂടുതലുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. പക്ഷേ ഇതായിരുന്നു എൻ്റെ മാർക്ക്. അപ്പം എന്തായാലും അവസാനം ഏതെങ്കിലും കോർണറിലായിരിക്കും എൻ്റെ റാങ്ക് എന്ന് വിചാരിക്കുന്നു. 468 പേര് മെയിൻ ലിസ്റ്റിലും 469 പേര് സപ്ലൈയിലും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ എന്തുണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും കേട്ടോ. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് ഇനി റാങ്ക് ലിസ്റ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഒരു നിർണായകമായ പങ്ക് വഹിക്കും. എത്ര മാർക്കെന്ന് എനിക്കറിയില്ല കേട്ടോ, അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. അപ്പോൾ അതൊരു നിർണായകമായ പങ്ക് വഹിക്കും. അപ്പോൾ ഇൻ്റർവ്യൂയുടെ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇൻ്റർവ്യൂ ഇനി എന്താണ്, ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഇൻ്റർവ്യൂ ഇനി എപ്പോൾ വരുന്നോ അല്ലെങ്കിൽ ഡേറ്റോ എപ്പോൾ ഇങ്ങനെ അറിയുന്നോ ഒന്നും അറിയില്ല. പക്ഷേ PSCൻ്റെ സൈറ്റിൽ വരും, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടും. പിന്നെ അപ്പം അത്രയൊക്കെ ഉള്ളൂ. പഠിക്കാമല്ലേ. അപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് വരുന്നുണ്ട്. ആ മെയിൻസ് നോക്കിയിരുന്ന് അതിന് വേണ്ടി പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ കഷ്ടി ഒരു മാസം ഇല്ല അത് വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ എക്സാമിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം നല്ല തറവായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന വാറ്, ഗാന്ധിയൻ എറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കുക. വേൾഡ് ഹിസ്റ്ററി നോക്കി തന്നെ പോവുക. പിന്നെ നമ്മുടെ SCERT, അത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERTൻ്റെ പുതിയ വേർഷൻ ബുക്കൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ PDF ടെലഗ്രാമിൽ അവൈലബിൾ ആണ്, അതും നോക്കുക. കാരണം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ജോഗ്രഫീൻ്റെയും എക്കണോമിക്സിൻ്റെ 2-3 ചാപ്റ്റേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ആ ചാപ്റ്ററും ജോഗ്രഫീൻ്റെ പുതിയ അവർ ആഡ് ചെയ്ത ചാപ്റ്റേഴ്സൊക്കെ എടുത്ത് വെച്ച് വായിക്കാൻ ശ്രമിക്കുക. ബുക്ക് ഇനിയിപ്പോൾ വായിക്കാൻ നിവൃത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, PDF എടുത്ത് വായിച്ചാലും മതി. അതിൽ ഒത്തിരിയും കാര്യങ്ങൾ, ഒത്തിരിയും ഇൻഫർമേഷൻസ്, ഇപ്പം നമ്മുടെ ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഒത്തിരിയും ഇൻഫർമേഷൻ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വായിച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഒരു നിമിഷത്തേക്ക് ഒന്ന് എടുത്ത് വായിക്കുക. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം റാങ്ക് മേക്കിംഗ് ആവും. കാരണം അങ്ങനെ പുതിയൊരു വേർഷൻ ഇറക്കിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എടുത്ത് വെച്ച് വായിക്കണമെന്നില്ല. അതുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഒന്ന് എടുത്ത് വെച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാത്സ് എല്ലാ ദിവസവും ചെയ്യുക. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉഴപ്പാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ടൈമില്ല. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ മാത്സിന് വേണ്ടി ചിലവഴിക്കുക. പുതിയ ടൈപ്പ് പ്രോബ്ലംസ് ലൈക്ക് ജോമെട്രി,
ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള പ്രോബ്ലംസ്, ആംഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ മെയിനായിട്ട് ഈ UP LP ടീച്ചറിൻ്റെയൊക്കെ എക്സാമിനാണ് മെയിനായിട്ടും ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, കാരണം അതും ചോദിച്ചാലും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ എടുത്ത് നമുക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.